ഹലോ എല്ലാവർക്കും നീതു മധൂസ് വെലോട്ട് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ കാണിക്കാനാണ് കേട്ടോ. അതായത് മെയിനായിട്ട് കലേഡിയം പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നല്ല വെയിലൊക്കെ വരുമ്പോൾ കരിഞ്ഞൊക്കെ പോകും. പക്ഷേ ഒരു ഒന്ന് രണ്ട് മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നല്ല വെറൈറ്റി കലേഡിയം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചില വെറൈറ്റീസ് നമ്മൾ ഓർക്കുന്ന പോലുമില്ല, നമ്മുടെ കയ്യിലൊക്കെ ഇത് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആ പ്ലാൻസൊക്കെ കാണിച്ചിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്നലെ നമ്മൾ 32 പേർക്ക്, നമ്മൾക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒത്തിരി ഓർഡേഴ്സ് കിട്ടി. 32 പേർക്ക് ഇന്നലെ അയച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേരെ ഞാൻ ഇൻഫോം ചെയ്യാനുണ്ട്. എന്തായാലും ഈ വീഡിയോ എടുത്ത ശേഷം അപ്പോൾ തന്നെ എല്ലാവരും ഇൻഫോം ചെയ്യുന്നതാണ്. അയച്ചു എന്ന് എല്ലാവർക്കും ഇനി ടൈപ്പ് ചെയ്തിടണം. എല്ലാവർക്കും ഇന്ന് തന്നെ പ്ലാൻസ് കിട്ടും കേട്ടോ. ഒരെണ്ണം ബാംഗ്ലൂർക്കാണ് അയച്ചിരിക്കുന്നത്, ബാക്കി എല്ലാവർക്കും ഇന്ന് തന്നെ കിട്ടും. അപ്പോൾ ട്രാക്കിംഗ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ചോദിക്കട്ടെ. എന്തായാലും ഇന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാറില്ല. 32 പേർക്ക് കണ്ടുപിടിച്ച് അയച്ചു കൊടുക്കുമ്പോഴേക്കും ടൈം എടുക്കും. അതുകൊണ്ടാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ പ്ലാൻസ് എല്ലാം നല്ല ഉഷാറായിട്ടോ. മഴ നമുക്ക് നല്ല എന്താ പറയുക, നല്ല സന്തോഷവും തരും, അതുപോലെ ചിലവർക്ക് സങ്കടവും തരും കേട്ടോ. പണിയൊന്നും ഇല്ലാതെ ജോലിയൊന്നും ഇല്ലാതെ ആയി പോകാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മഴക്കാലം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻസിന് ഇഷ്ടപ്പെടുന്നവർക്ക് മഴക്കാലം സന്തോഷം തന്നെയാണ്. പക്ഷേ ഒത്തിരി മഴ പെയ്താലും ഞങ്ങൾക്കും സങ്കടമാണ്. അപ്പോൾ ഫസ്റ്റ് കലേഡിയത്തിലോട്ട് പോകാട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കലേഡിയം വെറൈറ്റീസ് കാണിക്കാമെന്ന്. ഇതാണ് കേട്ടോ ഫസ്റ്റ് കലേഡിയം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീനാണ്. ആ ഗ്രീനിൽ ഒരു വൈറ്റ് ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട്, പിന്നെ വൈറ്റ് ഡോട്ട്. ആ വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞത് കുറച്ചൊരു ഗ്രീനിഷ് വൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ വൈറ്റ് ഡോട്ടുകൾ നല്ല വെള്ള കളറാണ് കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ. ഈ ചട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവും, കിഴങ്ങില്ല, അത് മുളച്ച് വരില്ലല്ലോ. അപ്പോൾ ഇത് പലർക്കും പ്ലാൻ ഹണ്ടിങ് വഴി കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ്. ഇത് വലിയ പോട്ട്സിൽ വെക്കുകയാണെങ്കിൽ നിറയെ നിൽക്കും. അപ്പോൾ ഈ കലേഡിയത്തിൻ്റെ ഒരു കളക്ഷൻ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ സെയിം പുതിയതൊന്ന് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് നോക്ക്, ഇത് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവരെനിക്ക് തന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആ പ്ലാന്റ് നശിഞ്ഞു പോയി, ഒരു ലീഫ് പോലും ഉണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട് ഞാനത് വാങ്ങിയിട്ട്. അപ്പോൾ ആ പ്ലാന്റ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. വലിയ വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല അവർ തന്ന പ്ലാന്റ്. അപ്പോൾ ഇപ്പോഴത്തെ മഴ പെയ്തപ്പോൾ ആൾ ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ, പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ലീഫ് പോലെയല്ല, കുറച്ച് ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, 2 ചെവി പോലെ നിൽക്കുന്നു. പിന്നെ ഈ പിങ്ക് ഷെയ്ഡിൽ, ഈ നടുക്ക് വരുന്ന പിങ്ക് ഷെയ്ഡിൽ ഏറ്റവും നടുക്കായിട്ട് കണ്ടോ, നല്ലൊരു ഡാർക്ക് പിങ്ക് അല്ല, അതൊരു വേറൊരു ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ഭംഗിയാണ് ഈ ഒരു കലേഡിയം. കുറച്ചുകൂടി ഇത് ഇത്തിരി സോഫ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ലീഫുകൾ കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഇനി അടുത്ത വെറൈറ്റി കലേഡിയം ഈ ഒരു സുന്ദരിയാണ്. ഇതെനിക്ക് വരാപ്പുഴ, നമ്മളുടെ വീട് എറണാകുളം കേട്ടോ. എറണാകുളം വരാപ്പുഴ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. വരാപ്പുഴ സൈഡിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ഒരു പ്ലാന്റ് ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ, കലേഡിയം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ വൈറ്റ് ഡോട്ടുകൾക്ക് പകരം ഇവിടെ പിങ്ക് ഡോട്ടാണ്, പിങ്ക് വരയാണ് കണ്ടോ. ഇവർ തമ്മിൽ നല്ല സാമ്യമുണ്ട്, സഹോദരങ്ങളായിരിക്കുമല്ലോ, നല്ല സാമ്യമുണ്ട്. ഇതും നമുക്ക് മഴ പെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. വേറൊരു പ്ലാന്റ് നിൽക്കുന്ന പോട്ടിൽ വന്നിരിക്കുന്നതാണ്. ഇത് ഒരു കൊളോക്കേഷ്യാണോ അലോക്കേഷ്യാണോ എന്നറിയില്ല. അതും നമുക്കിതുപോലെ ഒരു ചട്ടിയിൽ മുളച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ നല്ലൊരു ഷൈനിങ് ഗ്രീൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഡാർക്ക് പർപ്പിളോ മെറൂണോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറ് ആണ് അതിൻ്റെ ഈ ഒരു ഭാഗവും. ആ കളർ തന്നെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത കലേഡിയം വന്നിട്ട് ഇതാണ്. ഇതിലെ ഡോട്ട് വൈറ്റ് ഡോട്ടും ഉണ്ട്, പിങ്ക് ഡോട്ടും ഉണ്ട്. നമ്മൾ നേരത്തെ വൈറ്റ് മാത്രമുള്ളത് കണ്ടു, പിന്നെ പിങ്ക് മാത്രമുള്ളത് കണ്ടു. അപ്പോൾ ഇത് വരുമ്പോൾ വൈറ്റും പിങ്കും, പക്ഷെ നടുക്കൊന്നുമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കുറേ ഉണ്ട്. ഞാൻ കണ്ണൂർ പോയപ്പോൾ അവിടെ റോഡ് സൈഡിലൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റില്ല, ഫാമിലി ടൂറാണല്ലോ. അപ്പോൾ ഫാമിലി ടൂർ പോകുമ്പോൾ നമ്മുടെ പ്രത്യേകം ചെടികളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് കാറിനൊക്കെ പോവുകയാണെങ്കിൽ, ഒറ്റയ്ക്കല്ല ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാവരും കൂടി ആകുമ്പോൾ ഞാൻ അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു കണ്ണൂരിത്.
അടുത്ത വെറൈറ്റി കലേഡിയം ഇത് എത്ര എൻ്റെ കയ്യിൽ നിന്ന് പോയാലും ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. അതായത് ഒരു 1,00,000-ലധികം ആൾക്കാർ കണ്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഇത് 10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്നെ ഫേമസ് ആക്കിയ ഒരു കലേഡിയം ആണ് കേട്ടോ ഇത്. ഈ ഒരു കലേഡിയം വഴിയാണ് ഞാൻ കുറച്ച് ഫേമസ് ആയതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഭയങ്കര ഫേമസ് ഒന്നല്ല കേട്ടോ പറയുന്നത്. എന്നാലും അത്യാവശ്യം പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നീതു എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാം. അപ്പോൾ അതൊരു എന്താ പറയുക, അത് നമുക്ക് ആ ഒരു പേരുണ്ടാക്കി തന്നത് എൻ്റെ ചെടികളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഈ ഒരു കലേഡിയം. അപ്പോൾ എത്ര മഴ വന്ന് പോയാലും എനിക്ക് ഉറപ്പാണ് ഇയാൾ എന്നെ വിട്ട് പോവില്ല എന്ന്. അപ്പോൾ ഈ ഒരു മഴയത്ത് എനിക്ക് നിറയെ തൈകൾ വന്നിട്ടുണ്ട്. ഇത് നല്ല വലിയ പ്ലാന്റ് ആവും കേട്ടോ. മിനിയേച്ചർ കലേഡിയം എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ചെറിയ പോട്ടിലാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ നല്ല വലുതും അങ്ങനെ നിൽക്കും. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു വീട്ടിൽ പോയി എനിക്കിത് വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ വീട്ടിൽ പോയിട്ട് ചോദിച്ച് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഇത്തിരി സ്പെഷ്യലാണ്. പിന്നെ ഈ ഒരു കലേഡിയത്തിൻ്റെ പ്രത്യേകത ഗ്രീനിൽ മറ്റേ വൈറ്റ് ഡോട്ടാണെങ്കിൽ ഇതിൽ വൈറ്റ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. കലേഡിയം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഉള്ളതിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. എല്ലാം ഇഷ്ടമാണ്, എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ ലീഫുകൾക്ക് ഒരേ തരത്തിലുള്ള ചെടികൾ ഇങ്ങനെ പല വർണ്ണങ്ങളിലല്ലേ. അപ്പോൾ ഈ ഒരു കലേഡിയത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇതും ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ അടുത്ത് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ ഇങ്ങനെ മോശമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ മഴ പെയ്തപ്പോൾ അവരൊക്കെ ഉഷാറായിട്ടതാ ഞങ്ങൾ മരിച്ചിട്ടില്ല ജീവിച്ച് വരികയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി തൈകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് തൊടുന്നില്ല. താനെ വന്ന് ഒന്ന് ഉഷാറായി കഴിയുമ്പോൾ ചട്ടി പോലും അറിയാതെ നമുക്ക് വലിയ പോട്ടിലോട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഗ്രീൻ, വൈറ്റ്, പിന്നെ ഇങ്ങനെ പിങ്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തൂകി നിറയെ വെച്ചിട്ടുണ്ട്. നടുക്കായിട്ട് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു. മെച്ചൂർഡായ ലീഫിലാണ് കുറച്ചുകൂടി ഈ വൈറ്റും പിങ്കും ഷെയ്ഡ് വരുന്നത്. നോർമൽ ലീഫുകൾക്ക് സാധാ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കാണുന്നത് കേട്ടോ. ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം. അടുത്ത വെറൈറ്റി മണ്ണുത്തിയിൽ വരെ നല്ല താരമാണ് കേട്ടോ ഇയാൾ. ഇതാണ് ആ കലേഡിയം. ഈ ഒരു കലേഡിയത്തിന് മണ്ണുത്തിൽ ഇത്ര വലിപ്പമുള്ളതിനൊക്കെ 150 രൂപയായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ ഒപ്പം വേറെയും കലേഡിയം വാങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇത് ധാരാളം ഉണ്ടെന്ന്. അവിടെ തൃശ്ശൂർ ഇത് അധികം ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിന് 150 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മഴയത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോഴേക്കോ നഷ്ടപ്പെട്ടു. ഇവിടെ ഒരു പറമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പറമ്പൊക്കെ ഫുൾ ക്ലീനാക്കി പുതിയ വില്ലാസൊക്കെ വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഹൈവേ ഒക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഒത്തിരി വീടുകളായി. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ നിറയെ വീടുകളാണ്. പുറത്തോട്ട് പോയ ആൾക്കാരെ ഒന്നും പരിചയമില്ല. അത്രയും ആൾക്കാർ, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ കലേഡിയൊക്കെ നിന്ന സ്ഥലത്തൊക്കെ പുതിയ വീടുകളായെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ കലേഡിയവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കലേഡിയം നമ്മുടെ പറമ്പിലും കുറച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴേക്കോ അധികം കിട്ടിയ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ തൈകൾ വരുന്നുണ്ട്. കുറച്ചുകൂടി മെച്ചൂർഡായി കഴിയുമ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കുറച്ചുകൂടി അധികമാവും. നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. മണ്ണുത്തിൽ നിന്ന് വാങ്ങിയ കലേഡിയമാണ്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ കാണിച്ച ആ കലേഡിയില്ലേ അതുണ്ട്. അതുപോലെ തന്നെ ഇത് വേറെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കണ്ടോ, ഇത് കണ്ണൂരുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. അവിടെയൊക്കെ മിക്ക സ്ഥലങ്ങളിലും റോട്ടിലൊക്കെ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി വെയിൽ കിട്ടുമ്പോൾ വൈറ്റ് ഷെയ്ഡ് കുറച്ചുകൂടി അധികം വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കലേഡിയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എൻ്റെ ഫേവറേറ്റാണ്. വൈറ്റ് ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പിന്നെ അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ. ഇതെന്തോ തായ്ലൻഡ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. കണ്ടോ, ലീഫുകൾക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡ്. ലീഫുകളുടെ ഷേപ്പ് തന്നെ ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൽ ശരിക്കും ആ ഒരു കളർ കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും നല്ല ഡാർക്ക് പിങ്കാണ്, റാണി പിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ്. ഫ്രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് പല വീഡിയോസിലും. ഇവിടെ ഒരു നഴ്സറി ഉണ്ട്. ആ നഴ്സറിയിലടക്കം ഞാൻ പോകാറുണ്ട്. ബാംബു ഹട്ട് എന്നാണ് നഴ്സറിയുടെ പേര്. അപ്പോൾ അവിടുത്തെ നഴ്സറിയിലെ ആൾ ജിനു തന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ തൈ വന്നിട്ടുണ്ട്, ഒരു ചെറിയ തൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ ആ ഒരു വലിയ മദർ പ്ലാന്റ് നഴ്സറിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ. അതിൽ നിന്ന് ഒരു തൈ എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിനെ നോവിക്കണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്ത് തന്നതാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട് പോയായിരുന്നു. ഈ മഴയത്ത് എനിക്ക് തിരിച്ച് കിട്ടിയതാണ് കേട്ടോ. ഈ പോട്ട് ഞാൻ ഇങ്ങോട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് കലേഡിയമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതും നമ്മൾ മണ്ണൂത്തിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. 200 300 എത്രയോ രൂപയ്ക്ക് വാങ്ങിയാട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പാടത്തും അതുപോലെ തന്നെ പറമ്പിലൊക്കെ മുളച്ച് വരുന്നൊരു കലേഡിയാണ് കേട്ടോ. ഇതൊരു നോർമൽ കലേഡിയാണ്, പക്ഷേ ഇത് റെയർ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇതിന് ഒരു ഡാർക്ക് ഗ്രീനിൽ
പിങ്ക് വൈറ്റ് ഷെയ്ഡുകളാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ വൈറ്റ് പോലെയല്ല, ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡുകളിലും സെൻറ്ററിലായിട്ട് പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കാണാം കേട്ടോ ഈ ഒരു സുന്ദരി കലേഡിയം. ഇതിപ്പോൾ ഇവിടേക്ക് ഇതാ തന്നെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ കസ്റ്റമറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ പറമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ്. ഇതും ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട്, ഞാൻ വലിയ പോട്ടിലോട്ട് വെച്ച് കൊടുത്തു. ഇതാ പിടിച്ചിട്ട് പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട്. ഇത് ഒന്നിച്ച് നല്ല വലിയ പോട്ടിൽ ഇതുപോലുള്ള പോട്ട്സിൽ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കൊളോക്കേഷ്യയാണ്. അതിൻ്റെ താഴെയായിട്ട് ഒരാൾ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ പുല്ല് ഗ്രാസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പറമ്പിൽ നിന്ന് മണ്ണെടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ തന്നെ മുളച്ച് വന്നതാണ്. പിന്നെ കളയാനൊന്നും പോയില്ല. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡ് നടുക്ക് വന്നിട്ട് പറമ്പുകളിൽ ധാരാളം ഉണ്ട് കേട്ടോ. ഇത് മാത്രം നിൽക്കുന്ന ഒരു പറമ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ നഴ്സറി കണ്ടിട്ടുണ്ട്. 50 രൂപയ്ക്ക് കൊടുക്കുന്ന നഴ്സറി എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആലുവയിലൊരു നഴ്സറിയിൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പോയി എടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ 50 രൂപയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഡെയിലി ഞാനിങ്ങനെ ഗ്രാസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെങ്കിലും ആദ്യം ഇവിടെ കുറേ കലേഡിയങ്ങൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്രയൊക്കെ നമ്മളെ പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയാലും നമ്മൾ മുളച്ച് വരുമെന്ന് പറഞ്ഞിട്ടാ ഒരാളിവിടെ റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ് കേട്ടോ. അതാണ് പ്രകൃതി നമ്മളെ തോപ്പിക്കുന്നു പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. ഇതിനെ തോപ്പിച്ച് കളഞ്ഞു. എന്നാലും അവിടെ നിൽക്കട്ടെ ആൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കലേഡിയം പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നാളെ രാവിലെ വരും കേട്ടോ. വീഡിയോ ആയിട്ട് കുറേ ട്യൂബേഴ്സ് നിന്ന് വരുന്നുണ്ട്. സ്റ്റോക്കുള്ളതെല്ലാം തീർന്നു. ബൗൾ ലോട്ടസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്റ്റോക്ക് ഞാൻ വെക്കാറില്ല. പ്ലാന്റ്സ് വരും, ഒരു ദിവസം കൊണ്ട് തന്നെ കൊടുത്ത് തീർക്കും. അത് എത്ര ഓർഡർ കിട്ടിയാലും അയച്ച് തീർക്കും. അപ്പോൾ നാളെ നമ്മൾ വീഡിയോ ഇടാം. പിന്നെ 2 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.